മഴയെന്ന് പറഞ്ഞു എന്തൊരു മഴയല്ലേ. സ്കൂള് തുറന്ന് പിള്ളേരൊക്കെ ഇനി എങ്ങനെ സ്കൂളിൽ പോകുന്നത്? അതൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തില്. ഇന്നത്തെ പോലെ കുടയൊന്നുമില്ല. വാഴയിലയും ചേമ്പലയും ഒക്കെ പിടിച്ചോണ്ട് വേണം സ്കൂളിൽ പോകാൻ. തോടിന്റെ വരമ്പത്തൂടെ ഇങ്ങനെ പോയി റോഡിൽ കയറണം. റോഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നടക്കണം 3-4 കിലോമീറ്റർ. നടന്നാ പോന്നെ. ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, ഈ റോഡിന്റെ 2 സൈഡിലും പാടമാണ്. ഈ പാടം നിറഞ്ഞിങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കും. നോക്കത്തോ ദൂരത്തുണ്ട്. അതിൻ്റെ 2 സൈഡിലും ഇരുന്ന് ചെറുപ്പക്കാരും പ്രായമുള്ളവരും കൊച്ചുങ്ങളും കുട്ടികളും എല്ലാം ഇരുന്ന് ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കും. അത് കാണാൻ തന്നെ എന്തൊരു രസമാണെന്നറിയാവോ. സ്കൂളിൽ പോക്കൊന്നും ഇല്ലേ? സ്കൂളിലൊന്നും പോകത്തില്ലെന്നേ. പിന്നെ പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും സ്കൂളിൽ ചെല്ലുന്നത്. സ്കൂളിൽ ചെന്നിട്ട് നല്ലൊരു കള്ളവും പറയും. അയ്യോ പനിയായിരുന്നു, ജലദോഷമായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ആയിരുന്നു ആ കാലം. ലച്ചു, ശാർക്കര എങ്ങനെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ആറ്റിലും തോട്ടിലും ഒക്കെ വെള്ളം കയറും. വെള്ളം കയറുന്ന എവിടെയാണോ അവിടെയൊക്കെ പിള്ളേരിന്ന് മീൻ പിടിക്കും. കിണറ്റില് വെള്ളം കയറൂലേ മഴ പെയ്യുമ്പോ? അപ്പൊ കിണറ്റിൽ നിന്ന് മീൻ പിടിക്കും. എടേ ബാക്കി കേൾ. പറ. ഞാൻ ഒരു തവണ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്നു. ഒരു 5-6 വർഷം മുന്നെയാണ്. അപ്പൊ ഞാൻ ശാർക്കര പോയി. നല്ല മഴയുള്ള സമയമായിരുന്നു. ആ സമയത്ത് ഒരു 4-5 പിള്ളേർ വരും. 4-5 പിള്ളേർ ചേർന്ന് മീൻ പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു ചൂണ്ടിട്ടെ. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലായി. ഞാനും കൂടെ പറഞ്ഞു, എടാ ഞാനും ജോയിൻ ചേട്ടാന്ന്. അപ്പോൾ ഒരു പറഞ്ഞു വന്നു എന്ന് പറഞ്ഞു. ഞാൻ നോയിക്കൊണ്ടിരുന്നപ്പം പിള്ളേർ എത്ര നിന്ന് മീൻ പിടിച്ചിട്ടും ചൂണ്ടയിൽ മീൻ കുരുങ്ങണില്ല. പിടിക്കറിഞ്ഞൂടാത്തോണ്ടായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ച്, ഞാൻ പിടിക്കട്ടാ, ഞാൻ ചൂണ്ട ഇട്ടാന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ചൂണ്ട വാങ്ങിച്ച് അതിൽ തീറ്റ കൊരുത്ത് അങ്ങിട്ട്. അപ്പൊ പിള്ളേർ എൻ്റെ അടുത്ത് ചോദിക്കാണ്, അതിന് ചേച്ചിക്ക് ചൂണ്ടയിടാൻ അറിയാമോ എന്ന്. അപ്പൊ തന്നെ പറയണ്ടേ അമ്മയ്ക്ക് ചൂണ്ടയിടാൻ അറിയാന്ന്? ആ ചൂണ്ടയിലല്ലേ കുട്ടി മാമൻ കൊത്തിയത്. ഞാൻ കൂടുതലൊന്നും പിള്ളേരടുത്ത് പറയാൻ പോയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കാണിച്ചേ ഉള്ളൂ. എന്നിട്ട് എന്തേന്നറിയാമോ, ചൂണ്ട പിടിച്ചങ്ങ് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഒരു സാധനം അങ്ങ് കൊരുത്ത്. ഞാൻ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ പിള്ളേർ പറയണം, ചേച്ചി കൊരുത്ത് വലിന്ന്. ഞാൻ വലിച്ചില്ല. ഞാൻ അങ്ങനെ പിടിച്ചോണ്ട് നിന്നിട്ട് ആ ചൂണ്ട അങ്ങ് അയച്ചു കൊടുത്തു. ലൂസാക്കും തോറും ചൂണ്ട നീങ്ങി അങ്ങ് പോവേണേ. ഞാൻ തിരിച്ച് വലിക്കില്ല. അല്ലെങ്കിൽ മീനങ്ങ് വിട്ടുപോകും. ഇതല്ലേ ആ പിള്ളേരും പറഞ്ഞേ, നമുക്ക് ചൂണ്ടയിടുമ്പോ എന്ത് വേണം? ചൂണ്ടക്കൊളുത്ത്, ചൂണ്ട, ടങ്കീസ്, തീറ്റ. ചൂണ്ടയിടുമ്പോ ബേസിക് ആയിട്ട് വേണ്ടത് ക്ഷമയാണ്. അപ്പൊ ക്ഷമയോടെ ഞാൻ ചൂണ്ട ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. അതങ്ങ് പോകുന്തോറും എന്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പതിന്ന് വലിച്ചെടുത്തപ്പോ ഒരു വലിയ സാധനം വരാല് കിട്ടി. പിള്ളേരൊക്കെ എന്നെ പൊക്കി എടുത്തില്ലേ. നല്ല പിടക്കണ വരാലാണല്ലേ? ആയിരുന്നു. ഇതിനെ പിടിച്ചോണ്ട് വെക്കണേ. അമ്മൂമ്മയ്ക്ക് കൊടുക്ക്. അമ്മൂമ്മ നല്ല കൊടമ്പളി ഇട്ട മീൻകറി വെക്കണേ. എന്തോന്ന് വരാല് പിടി. ഉച്ചക്കേ വരാല് കറി കൂട്ടി ചോറ് കഴിക്കാവേ. നമുക്കിട്ട് ലച്ചേ. ഓ ചേട്ടാ, ചേട്ടനിപ്പോ ജംഗ്ഷനിൽ പോകുന്നുണ്ടോ? മഴയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ പ്രസ്ഥാനമില്ല. അപ്പൊ മെർലിൻ ചേച്ചി ജംഗ്ഷനിൽ വന്ന് നിക്കുവാണെന്ന് പറഞ്ഞ കാലവരത്തോട് തറടിക്കും ഞാൻ കേട്ടാ. മെർലിൻ ചേച്ചിയാ നിന്നേടി. അല്ല മാഡത്തിന് എന്താണ് ഇപ്പൊ ധൃതിന്ന് ജംഗ്ഷനിൽ പോയിട്ട് വാങ്ങാനായിട്ട്? എനിക്കൊരു അത്യാവശ്യ കാര്യ. കപ്പൽ മിഠായി മേടിക്കാനായിരിക്കും. അതല്ല, എനിക്ക് വെള്ള പേപ്പർ വേണം. പൂച്ചയുടെ വാലും പട്ടിയുടെ കാലൊക്കെ വെച്ചിട്ട് പേപ്പർ കീറിക്കളയില്ലേ? അപ്പൊ മക്കൾ ആലോചിക്കണായിരുന്നു പേപ്പർ അന്തരീക്ഷത്തിൽ ഇറങ്ങി വരൂലെന്ന് കേട്ടോ. ഇവിടെ ചിലവരെന്റെ പേപ്പർ എടുത്ത് കുത്തിക്കുറിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം. നിന്റെ പേപ്പർ ആരെടുക്കാൻ? മനുഷ്യനായിട്ടുള്ളായിരുന്നു നിന്റെ പേപ്പർ എന്തായാലും എടുക്കൂല. അജാത് കീറിലല്ലേ കീറുക. கேசு இத கொஞ்சம் பாருடா. நெட் வர்க் ஆகல. നെറ്റ് வர்க் ஆகல. വേണ്ടായിരിക്കും ഇപ്പൊ. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും. என்னடா നെറ്റ് ഓൺ ചെയ്യാതെ ഇന്നേ വരെ ഒരു ഫോണിൽ നെറ്റ് കിട്ടിയ ചരിത്രമില്ല. டேய் யார் ஆஃப் பண்ணாங்க? എനിക്കറിഞ്ഞൂടാ. ഇരിക്കട്ടെ.
ആന്റിക്ക് മാത്രമല്ലടാ എനിക്ക് നെറ്റിന് സ്പീഡില്ല. എന്തൊരു ആന്റിക്ക് മാത്രമല്ലടാ, ആന്റി നെറ്റ് ഓൺ ചെയ്തില്ല, അതുകൊണ്ട് നെറ്റ് കിട്ടിയില്ല. എനിക്ക് നെറ്റ് ഓൺ ആക്കിയിട്ടും സ്പീഡില്ല. മഴ പെയ്യുന്ന കാരണമായിരിക്കും. അത് സ്വാഭാവികം, റേഞ്ച് എങ്ങനെ പോയാലും പ്രശ്നം വരും. ശിവ, ഓ ഇപ്പൊ നമ്മള് പടവലത്ത് പോയായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ആറ്റിലൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കവിഞ്ഞിന് വീഴുമായിരുന്നു. ചേട്ടാ ചേട്ടന്റെ തലയെ പോലെ അവൾ നിറച്ച് ചെളിയിലായിരിക്കും. കൊള്ളൂല ഏട്ടാ, നല്ല ബോറ് ചളി മാറും. ഏഷേ നീ കേക്ക്, നമ്മൾ പടവലത്ത് വീടിന്റെ 2ാമത്തെ നിലയിൽ കയറിയിരിക്കുമ്പോഴേ ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ജനലിൽ കൂടെ ഇങ്ങനെ ചിന്നിച്ചാറി മഴ പെയ്യുന്നതും നല്ല കാറ്റില് മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒലയുന്നതും ആറ്റില് മഴ പെയ്യുന്നതും ഇതൊന്നുമല്ല നമ്മുടെ വീടിനകത്തുള്ള ഇല്ലേ, അവിടെ മഴ പെയ്യണ കാണുന്ന എൻ്റെ കനകാന്റി അതൊരൊന്നൊന്നര കാഴ്ച. കനാൻഡിയുടെ മധുരയിലേ മഴ പെയ്യോ? பின்ன பாரு மதுரையிலே ரொம்ப அழகா மழை பெய்யும். ஆனா நமக்கு வெளியில இறங்கவே முடியாது. நம்ம வெளியில இறங்கினா நனைஞ்சிடும். അവനെന്താ അതിന് കൊടയില്ലേ? கோடையெல்லாம் இருக்கு பாரு, ஆனா நனையோடா. ഇവിടുത്തെ മഴ പിന്നെ വെളിയിറങ്ങിയ നനയില്ലല്ലോ. அப்படி சொல்லல, ரொம்ப கொடும் மழையா இருக்கும், அப்ப வெளியில இறங்கவே முடியாது. அப்படிதான் நான் சொன்னேன். ചെന്നൈയിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഉടുക്കത്തെ വെയിലാണ്, മനുഷ്യൻ കരിഞ്ഞു പോകും. എന്നാ ഒരു തുള്ളി മഴ പെയ്താ പിന്നെ അവിടെ വെള്ളപ്പൊക്കം പോലെ ഇപ്പോ. ഇടയ്ക്ക് പിന്നെ വെള്ളം പൊങ്ങിയില്ല, പിന്നെ ഹോസ്റ്റലൊക്കെ വെള്ളം കയറി. എന്താ ചർച്ച? ഒന്നുമില്ല അമ്മ, വെള്ളപ്പൊക്കം മഴ അതൊക്കെ തന്നെ. ഇവിടെയും മഴയും മീൻപിടുത്തമൊക്കെ തന്നെയാണോ ചർച്ച? മീൻപിടുത്തം വരെ എത്തിയിട്ടില്ല, ചെന്നൈയിലെ വെള്ളപ്പൊക്കം വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ ഈ മഴയത്ത് വേറെ എന്തിനെ പറ്റി സംസാരിക്കാനാ അമ്മൂമ്മ? ഇപ്പൊ ഇത്തിരി മഴയൊക്കെ കുറവുണ്ടല്ലോ. മുമ്പോയി നമുക്ക് നേരെ പടവലത്തോട്ട് വിട്ടാല, മഴ താകുമ്പോ പൊളിക്കും. പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് പൊളിക്കും. എന്തുമാത്രം മരം അവിടെ ഒടിഞ്ഞു വീണ് കിടക്കുന്നറിയാവോ? ആ തൊഴുത്തിന്റെ മണ്ടയ്ക്ക് പ്ലാങ്കം പൊടിഞ്ഞു വീണിട്ട് മേക്കൂര മൊത്തം പോയെന്നാ ഉമേഷ് വിളിച്ചു പറഞ്ഞത്. അത് മാത്രോ, ആ അടുക്കള വാതുക്കലും പടിഞ്ഞാറ് വടക്കേ മൂലയ്ക്കും മൊത്തം ചോർച്ചയാന്നേ. അപ്പൊ ചേച്ചി നടുമുറ്റത്ത് മാത്രമല്ല മഴ പെയ്തോണ്ടിരിക്കുന്നേ, അവിടെ വീട് മൊത്തം മഴയാ. അപ്പൂപ്പനിപ്പോ വീടിന്റെ അകത്ത് കിടന്ന് നനയുമായിരിക്കും. പാറു, നീ എന്റെ മേടിക്കല്ലേ? ആ അമ്മൂമ്മോ, ഓ ഞാന് ഈ പടവലത്ത് നേരത്തെ മറ്റേ മഴ പെയ്യുന്ന സമയത്തൊക്കെ വരുമ്പോഴേ ഞാൻ നമ്മുടെ മറ്റേ ചാലില്ലേടി, വെള്ളം പോകാൻ വേണ്ടി കെട്ടിട്ടേ, ഈ മഴ ഇങ്ങനെ ചെന്നമിന്നെ ചെറാന്ന് പറഞ്ഞ് പെയ്യുമ്പോ അവിടെ ഇങ്ങനെ വെള്ളം എല്ലാം കൂടെ ഒലിച്ച് കുത്തി ഇങ്ങോട്ട് ഒലിക്കും. ഒലിച്ചിങ്ങനെ വരണ വാക്കിന് നമ്മുടെ ചാലിന്റെ തുടക്കത്ത് നമ്മൾ ഇരുന്ന് കൊടുക്കണം. അപ്പൊ കുത്തി ഒലിച്ചു വരുന്ന വെള്ളവും മേലേന്ന് പെയ്യുന്ന മഴ എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒറ്റ ഇടിയുണ്ട്. ആ ഇടിക്ക് നമ്മളിങ്ങനെ പറഞ്ഞ് ഒഴുകി കൂടെ ചിലപ്പോ മീനൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ടോ വെള്ളത്തിന്റെ ഫോഴ്സിലാ. പിന്നെ ചാടി നമ്മള് നേരെ ഒന്ന് തോട്ടിലോട്ട് വീഴാൻ പോകുമ്പോഴത്തേനെ ചാടി അപ്പുറത്തുള്ള മരക്കൊമ്പിലെ വല്ലതും കയറി പിടിച്ച് രക്ഷപ്പെട്ടോണം. അല്ലെങ്കിൽ പിന്നെ തോട്ടിൽ പോയി പിന്നെ ആറ്റിൽ പോയി അവിടെ നിന്ന് അറബിക്കടയിൽ വല്ലതും പോകും. പിന്നെ ഭയങ്കര രസമായിരുന്നു നിങ്ങളെ. ആണോടാ? പിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ അവിടെ ഇല്ലായിരുന്നു. അമ്മ കണ്ടിട്ടുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. അല്ലടി, അമ്മൂമ്മ ആ സമയം ഇവിടെ ഇല്ലായിരുന്നു. അമ്മൂമ്മ അടുക്കളയിൽ കറി വെച്ചോണ്ടിരിക്കും. അത് ചിലപ്പോ ശരിയായിരിക്കും. ഇനിയുണ്ട്, ഇഷ്ടംപോലെ കഥകളുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് കേശു ഞാൻ സമയം വരുമ്പോ പറഞ്ഞുതരാം മക്കളെ. கேசு, உன்னோட தைரியத்தை நான் பாராட்ட வேண்டாம். சூப்பர். പിന്നെ മഴയത്ത് തോട്ടിൽ പോയി കിടക്കുന്നില്ലയോ ഭയങ്കര ധൈര്യം. നല്ല മഴ. ക്ലൈമറ്റ് ചേച്ചി എന്താ ചേച്ചിക്ക് മാത്രം കട്ടൻ ചായയും ചിപ്സും? നിന്നെ ചായ കുടിക്കാൻ ആന്റി വിളിച്ചാണല്ലോ, എന്തേ വരാന്? ഞാൻ കനാൻഡിയുടെ വിളി കേട്ടായിരുന്നു, എന്നിട്ട് എനിക്ക് വേണോന്ന് ഞാൻ നീട്ടി പറഞ്ഞു. നീട്ടി പറയുമ്പോഴേ കൺമുമ്പിൽ കൊണ്ടുവന്നു തരാൻ ഇവിടെ റോബോട്ടൊന്നും ഇല്ല. ஹாட்டி ஹாட்டி ഇതുകൊണ്ടാ വരുന്നു റോബോട്ട്.
കണ്ടാ അതിപ്പോ നീ പറഞ്ഞ ശരിയാണ്. ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ റോബോട്ടിനുള്ളത്. பாரு ஹாட் டீ குடிச்சுக்கோ. எங்க சிவா கேசு கௌரி எல்லாம் எங்க போனா? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. கூட்டிட்டு வா. அம்மா அம்மா നരവിളിക്കണ എന്തിനാ ആന്റി? ഒറ്റൊരു വിളി വിളിച്ചാ പോരെ, വരില്ലേ? എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നത്? ഞാൻ വന്നോണ്ടിരിക്കുവല്ലയോ. കേട്ടല്ലോ, സന്തോഷായല്ലോ. அம்மா பாசத்தினால சொல்றாங்க. அம்மாக்கு என்ன வேணாலும் என்ன சொல்லலாம்ல. പിന്നെ ഭയങ്കര പാസാ. അമ്മൂപ്പ പിന്നെ ആരെ എന്ത് പറയണമെന്ന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ലച്ചു, ലച്ചുവേ. ചുമ്മാ തമാശക്ക് പറഞ്ഞു. ആ ഹായ്, നല്ല ചൂട് കട്ടൻ ചായ. അതെന്റെ ചായ. ഞാൻ കുടിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. വാഴയ്ക്ക ചിപ്സും വാഴയ്ക്ക് പറ്റിയ കോമ്പിനേഷൻ. നല്ല മിച്ചറ മുറുക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. ടിപ്സ് കുഴപ്പമില്ല. ഇതൊക്കെ അങ്ങ് പടവലത്ത് ആ നാലുകെട്ടില്ലേ, നാലുകെട്ടിന്റെ സൈഡിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് നല്ല വിറകടുപ്പിൽ വെച്ച ചക്കപ്പുഴുക്കും കട്ടൻ ചായയും കുടിക്കണം. എന്ത് മൂടാന്നറിയോ ആ സ്ഥലം. ഛെ, അതൊക്കെ ശാർക്കര. ശാർക്കര എൻ്റെ ഒരു വല്യമ്മയുണ്ട്. വല്യമ്മയുടെ വീട്ടിന്റെ തെക്കേ അടുത്തൊരു കുളമുണ്ട്. കിളിവാതിൽ തുറന്നു നോക്കിയാൽ ആ കുളം നമുക്ക് അടിപൊളിയായിട്ട് കാണാം. മഴ സമയത്താണെങ്കിൽ അതിന്റെ പടവില് പായലൊക്കെ പിടിച്ച് ഒരു പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കും. ഓ, മഴയത്തൊരു മൂളിപ്പാട്ടൊക്കെ പാടി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോ എന്ത് രസമാണെന്നറിയാവോ? അത് നല്ല സൂപ്പറായിട്ട് രസമുള്ള വേറൊരു സ്ഥലമുണ്ട്. നമ്മളെ ഇവിടെ മറ്റേ പാലത്തോടുള്ള തട്ടുകടയില്ലേ, ആ തട്ടുകട ആ ഷീറ്റിന് അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളി ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ വീഴുന്ന സമയത്ത് മറ്റേ കട്ടൻ ചായയൊക്കെ പിടിച്ച് എൻ്റെ ഒരു മൂട്ടി ഇങ്ങനെ എന്നാ രസം എന്ന് പറയും. അതൊന്നും അല്ലടേ, ഞാൻ പറയാം. ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പുറകിലായിട്ട്, അതായത് ലെഫ്റ്റ് ഗേറ്റിന്റെ പുറകിലായിട്ട് ഒരു കുഞ്ഞു കഫേ ഉണ്ട്, മാരിയമ്മൻ കഫേ. ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ പിള്ളേരോടെ നൈസായിട്ട് കോളയൊക്കെ എടുത്ത് ഇറങ്ങും. ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് അല്ലേ അവിടെ ഇട്ട് ഇറങ്ങും. അവിടെ ഒരു മല്ലിയൊക്കെ ഉണ്ട്. എന്റെ ചേച്ചി മല്ലിയൊക്കെ ഉണ്ടാക്കണ ചായ, അതാണ് ചായ. ചായ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ചോനറത്തല രാമേട്ടന്റെ കടയിലെ ചായ. അതല്ല അമ്മൂമ്മ, ഞാൻ പറയട്ടെ. അവിടത്തെ ചായ ഇങ്ങനെ പറഞ്ഞാൽ മതി. മല്ലിയൊക്ക ഒരു ചൂട് ഹാഫ് ടീ, അപ്പൊ തന്നെ ചൂടോടെ ഹാഫ് ടീ കയ്യിലോട്ടൊക്കെ വെച്ച് തരത്തില്ല, ഒരു 5 രൂപയുടെ കുഞ്ഞു കപ്പില്. ആ രാമേട്ടന്റെ കടയിലെ പരിപ്പോടെ ഉണ്ടല്ലോ. പറയട്ടെ എന്റെ അമ്മൂമ്മ, ഇത് ഞാനൊന്ന് പറയട്ടെ, പറയട്ടെ, തീർക്കട്ടെ. അക്കടെ ഒരു സ്പെഷ്യൽ 5 രൂപ മുളകാ ബജി ഉണ്ട്, അതും തമിഴ്നാട് സ്പെഷ്യൽ ചമ്മന്തിയും. സ്വർഗമാണ് ചേച്ചി, സ്വർഗം. ഈ മുളകാ ബജിയുടെ കാര്യം പറയുമ്പോഴാണ് ചെന്നൈ മുളകാ ബജി എന്ന് പറയുമ്പോൾ മറ്റേ ഹൈബ്രിഡ് മറ്റേ വലിയ സാധനമല്ലോ ഉദ്ദേശിച്ചേ. അതല്ല, ഇവിടെ തിരുവനന്തപുരം സൈഡിൽ സംഭവം കിട്ടും. ഇവിടെ മറ്റേ മിനിയേച്ചർ ഉണ്ടല്ലോ, എന്തൊരു തൊണ്ടമുളക്, തൊണ്ടമുളക് ഇട്ട് മുളകാ ബജി ഉണ്ടാക്കും. അപ്പോ അതിങ്ങനെ രാമേട്ടന്റെ കടയിലെ മുളക് ബജി. മുളക് ബജി എന്നൊക്കെ പറയുമ്പോ ഇത് എരിഞ്ഞങ്ങോട്ടങ്ങ് ഇറങ്ങുമ്പോ ഉണ്ടല്ലോ ഒരു ചൂട് കട്ടന എടുത്തു കുടിച്ചുമ്പോ ഇങ്ങനെ ഒരു പോക്കുണ്ട്. കട്ട ഫീലാണല്ലേ. പിന്നെ പക്ഷെ ആക്ച്വലി ആ തൊണ്ടമുളകും കൊണ്ട് ഉണ്ടാക്കുന്ന ബജി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ്. ഈ മുളക് സത്യം പറഞ്ഞ സാമ്പാറിലൊക്കെ ഇടൂലേ? സാമ്പാറിലോ ഇല്ലേ, ഇവിടെ ഒന്നും ഇടാറില്ല. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൈഡിലൊക്കെ. പക്ഷെ ഭയങ്കര ടേസ്റ്റാ. നമ്മള് കഴിച്ചിട്ടുണ്ട്. നമ്മള് നേരത്തെ സ്റ്റാൻഡിൽ പോയപ്പോഴത്തേക്കും സൈഡിൽ കുഞ്ഞു കടന്ന് കഴിച്ചില്ലേ, അത് ഈ ചേർന്ന് എന്തൊരു ടേസ്റ്റ്. പക്ഷേ ഉണ്ടല്ലോ രാമേട്ടന്റെ കടയിലെ മുളക് ബജിയും ചായയൊക്കെ വീട്ടിൽ പോകാൻ പറയും. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഴിപ്പള്ളത്തെ അച്ഛൻ ഒരു ദിവസം നല്ല പച്ച കളറില് കൊണ്ടമുളകും കൊണ്ട് വരുന്നത്. അമ്മ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നല്ല മാവും ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഇതുപോലെ കോരി ചൊഴിയുന്ന ഒരു മഴക്കാലം. ഞാൻ പിന്നെ അറിയാലോ, എന്റെ കുക്കിംഗ് സ്കില്ലൊക്കെ അറിയാവുന്നത് കൊണ്ട് നല്ല ചൂട് ബജി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അവിടുത്തെ അച്ഛനും അമ്മ ഫ്ലാറ്റ് ആയില്ലേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫ്ലാറ്റായി. അടുത്ത ദിവസം എന്താ സംഭവിച്ചു? അടുത്ത ദിവസം എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിച്ചില്ല. പിന്നെ അവരെന്റെ അടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല ചമ്മന്തിയൊക്കെ. അത് രാമേട്ടന്റെ കടയിലെ ചമ്മന്തി കൂട്ടി നീ കഴിച്ചിട്ടുണ്ടോ? ഈ കാന്താരി ചമ്മന്തി അല്ല, തക്കാളി ചട്നി ഉണ്ട്. തക്കാളി ചട്നി എന്ന് പറയുന്നത് ഞാനൊന്ന് പറയട്ടടാ. அம்மா எங்க ஊர்ல ஒரு பொக்காடா கிடைக்கும். இப்படி இருக்கும் தெரியுமா? செம்மையா இருக்கும். கருமுறான்னு இந்த காலிஃப்ளவர் இருக்குல்ல, പിന്നെ നിന്റെ ഒരു പക്കോട നിങ്ങൾ അങ്ങ് പറ.
கனாண்டி காலிஃப்ளவர் பக்கோடா. இந்த காலிஃப்ளவர் இருக்குல்ல அத இப்படி மாவுல போட்டுட்டு சூடு சூடான எண்ணெயில இப்படி போடுவாங்க. அதுக்கப்புறம் இப்படி வறுத்தங்க கோருவாங்க. அதை எடுத்து இப்படி சாப்பிடணும். செம்மையா இருக்கும். കനകം ഇങ്ങനെ തേച്ചുരക്കണ്ട, പാത്രം തേഞ്ഞു പോവും. என்னம்மா பாத்திரம் நல்லா விளக்கணும்ல. നല്ല വിളക്കണം. ടാങ്കിലെ വെള്ളം കൂടെ നോക്കണം. ഇന്നലെ തന്നെ കാറ്റടിച്ച് മരമൊക്കെ വീണിട്ട് എത്ര സമയം കറണ്ടില്ലാതെ വന്ന്, എത്ര മണിക്കൂർ കറണ്ടില്ലാതെ വന്നു. അപ്പൊ ടാങ്കിലെ വെള്ളം അങ്ങ് തീരും. അന്നേരം പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. என்னம்மா இது இப்படி எல்லாம் சொல்றீங்க? கனாண்டி என்னடா கேசு? നേരത്തെ ബാക്കി പറയാൻ വന്നതായിരിക്കും. എന്തോന്ന് വെച്ചാൽ പറയടാ. അതോ ഇനി ഞാനിവിടെ നിൽക്കുന്നോണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാനങ്ങ് പോയേക്കാം. അമ്മൂമ്മ എന്തിനാ മുമ്പായി പറയണേ? ഞാൻ അതൊന്നും പറയാനൊന്നും വന്നതല്ല. കനാൻഡി വൈകിട്ട് ഫുഡ് എങ്ങനെ? നമുക്ക് ചപ്പാത്തി മുട്ടക്കറി. பயந்துட்டேன் நானும். சொல்லுடா. ചപ്പാത്തി മുട്ടക്കറി ആക്കിയാലോ? അതായിരുന്നു വലിയ കാര്യം. അത് പറയാനാണ് അത്ര വലിയ കാര്യമായിട്ട് വന്നത്. ചപ്പാത്തി മുട്ടക്കറി വലുതല്ലേ? செய்யலாம்டா. ആന്റി പാത്രം കഴുകി കഴിഞ്ഞായിരുന്നോ? കഴിയുമെന്ന് ചെക്ക് ചെയ്യാൻ വന്നാന്നോ? അല്ല, അത് കഴുകിയില്ലെങ്കിൽ ഞാൻ കഴുകാന്ന് പറയാൻ വന്നതാ. பரவாயில்ல லேட்டு, நானே செஞ்சுக்கிறேன். ആ പിന്നെ ആന്റി ചെയ്തോ. അമ്മുമ്മേ, ഞാൻ നാളെ കുഴിപ്പടത്ത് പോവേ. ഈ മഴ ഇങ്ങനെ നിക്കുന്നോണ്ടേ ഒന്നും ചെയ്യാനും തോന്നണില്ല, എവിടെയും പോവാനും തോന്നണില്ല. ചേച്ചി ആ അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടി വിളിക്കുക, നമുക്ക് എല്ലാവർക്കും കൂടെ കുഴപ്പമില്ലാത്ത പോകും. ഒരു ചിക്കനൊക്കെ മേടിച്ചോണ്ട് പോവാ. നമുക്ക് പിള്ളേർ സെറ്റ് മാത്രം പോയാൽ മതി. അപ്പൊ ഞങ്ങളോ? ഞങ്ങൾ വീടിനകത്ത് കയറിയിരിക്കാനോ? അല്ല അങ്ങനല്ല, നിങ്ങളിനി നമ്മുടെ കൂടെ വന്നിട്ട് ഒന്നാമതേ മഴയൊക്കെ അല്ലേ അമ്മൂമ്മ, കാല് മുട്ടുവേദനയൊക്കെ കൂടും, പിന്നെ ചിലപ്പോ കോച്ചുവാദം പിടിക്കും, പറയാൻ പറ്റത്തില്ല, പിന്നെ ഇരിക്കാൻ പറ്റുന്ന. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. വെള്ളത്തിലും ചെളിയിലും ഒക്കെ ഇഷ്ടം പോലെ ഇറങ്ങി നടന്നിട്ടുള്ളതാ. ഇപ്പോഴേ ഒരു ദിവസം മൊത്തം മഴ നനഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടെ ചിലർക്കൊക്കെ മഴ എന്ന് പറയുമ്പോൾ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ചൂടിന്റെ കാര്യം ആലോചിച്ചേ. ആന്റി ഞങ്ങളുടെ ഹോസ്റ്റലുണ്ടല്ലോ, ഒടുക്കത്തെ ചൂടാ. വേനൽക്കാലത്തൊക്കെ തിരിക്കാൻ പറ്റൂലോ അങ്ങനത്തെ ചൂട്. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വേനൽക്കാലത്ത് ഒരു കിടില മഴ ഇങ്ങ് പെയ്തു. മഴ എന്നൊക്കെ പറഞ്ഞാ ഊരിച്ചൊരിയണ മഴ. ഞങ്ങള് പിള്ളേർ എന്ത് ചെയ്ത് അപ്പൊ തന്നെ ഒരു സ്പീക്കറൊക്കെ എടുത്ത് അടുത്തുള്ള ഗ്രൗണ്ടിലോട്ട് അങ്ങ് ഇറങ്ങി. എത്ര മണിക്കൂറാ മഴ നനഞ്ഞെന്നറിയോ? ഫുള്ള് പാട്ടൊക്കെ വെച്ച് ചില്ലെടുത്ത് ഡാൻസ് ഒക്കെ കളിച്ച് അവസാനം വാടമ്മ അടിച്ചു കയറ്റേണ്ടി വന്ന്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയത്. நீ இது சொன்னப்பதான் எனக்கு கொஞ்சம் ஞாபகம் வந்தது. எங்க ஊர்ல இதே மாதிரி ஒரு சூடான திவசம் ஒரு மழை பெஞ்சது. மழைனா கொடுமழை. நானு, லட்சுமி சுப்பிரமணியம், சந்தன மாதிரி எல்லாருமா சேர்ந்து அந்த மழையில போய் நின்னுட்டு அப்படி ஜாலியா ஆடினோம் தெரியுமா? 1 hour. പൊളി. എല്ലാം കൊള്ളാം. ഒരു കാര്യം ഒഴിച്ച് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഇടിയും മിന്നും. ഇടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വേറൊരു കാര്യം. ஐயோ, இடிய பத்தி சொன்னப்பதான் நான் ஒன்னு நினைச்சேன். சிவா, உனக்கு தெரியுமா ஒரு சூடான டே மதுரையில வந்து இந்த மழை பெஞ்சது. மழைனா எப்படி தெரியுமா? கொடும் மழை. அதுல ஒரு இடி வெட்டி எடுத்து எங்க வீட்டுக்கு வெளியில ஒரு நீம் இருக்குல்ல, ஆரியவேப்பு, அதேதான் அந்த மரம் இருக்கு. அதுல போய் இந்த மின்னல் வந்து பட்டு கொடுத்து. அவ்வளவுதான் அம்மா, கொடுமையா இருந்தது. അയ്യോ, ഹോസ്റ്റലിൽ ഇങ്ങനെ തന്നെയാന്നേ. ഇടിയും വെട്ടും ഒന്ന് വന്നാ മതി, അപ്പൊ തന്നെ എല്ലാവരും ഒരു പുതപ്പിന്റെ ഉള്ളിലാ. പിന്നെ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് ഇടിയും മിന്നലും മാറണവരവിടെ ഇരിക്കും. പണ്ടേ ആറ്റിന്റെ കരയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പോയിരിക്കും. അവിടെ ചെന്നിരിക്കും. എന്നോട് എന്തൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നു. നീ ഒന്ന് വന്നേ, വാ, ഒരു കാര്യം പറയണ്ടോ? കാര്യം പറയണേ കേട്ടോ ലച്ചു, ആറ്റിന്റെ കരയിൽ ഇങ്ങനെ നിൽക്കുന്ന. നീ നാളെ എന്നോട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ കനകം, പണ്ട് ആറ്റിന്റെ കരയിൽ ഞങ്ങൾ இந்த இடி மின்னல் இருக்குல்ல, எனக்கு ரொம்ப பயம். இந்த இடி வரும்போது நான் என்ன செய்வேன் தெரியுமா? புதப்பு இருக்குல்ல, அதுக்குள்ள போய் இப்படியே ஒளிஞ்சுப்பேன். எனக்கு அவ்வளோக்கா பயமா. നീ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ ഞാനെന്താ വേണം? ഇടിയും മിന്നലും വരുമ്പോഴോ എവിടെയെങ്കിലും പോയി നീ എന്തെങ്കിലും ചെയ്യേ. അമ്മൂമ്മക്ക് ഞാൻ കഥ പറഞ്ഞേ. ഞാൻ കൊറേ കഥ കേട്ടിട്ടുള്ളതാ.
ഇനി പ്രത്യേകിച്ച് കഥയൊന്നും നീ പറഞ്ഞു തരണ്ട. എന്നുവെച്ചാ ഈ ലോകത്തുള്ള എല്ലാ കഥയും കേട്ടിട്ടുണ്ടോ? പാറു, നീ എൻ്റെ കയ്യിന്ന് മേടിക്കുവേ. അമ്മൂമ്മേ, അമ്മൂമ്മ ഭയങ്കര ചൂടിലാണല്ലോ. ആ, ചൂടില്ല. അങ്ങനാണെങ്കി എന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ അമ്മൂമ്മ തന്നെ ചൂട് മാറിക്കോളും. അങ്ങനെ ഇപ്പൊ എനിക്ക് ചൂട് മാറണ്ട. എന്തൊരു കഷ്ടമായി, വീട്ടില് റേഞ്ചും കിട്ടൂല മഴ കാരണം. എന്റെ ചോനറത്തല ഭഗവതി, റേഞ്ച് കിട്ടല്ലേ? എന്താന്ന് എന്താ മൂമ്മ പറഞ്ഞേ? റേഞ്ച് കിട്ടല്ലേന്ന്. അപ്പൊ നമ്മൾ മനുഷ്യരൊക്കെ എങ്ങനെ വിളിക്കാം മൂമ്മ? പിന്നെ വിളിച്ചിട്ട് വലിയ കാര്യമല്ലേ, അതിന്റെ കാര്യം സാധിക്കാനുള്ളത് പോലെ. ചേച്ചി, നമ്മുടെ പടവലം വീട്ടിലെ തൊഴുത്തില്ലേ, തൊഴുത്തിന്റെ മേളില് പ്ലാവ് വീണില്ലേ? പ്ലാവല്ല വീണ, പ്ലാങ്കൊമ്പ വീണേ. അതെന്തായോ എന്തോ. ആ, എന്താവാനാ, ചെലപ്പോ തൊഴുത്ത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കാണും, ആർക്കറിയാം. ശിവ, നീ ആ ഉമേഷിനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കി. പക്ഷെ റേഞ്ച് ഇല്ലല്ലോ അമ്മുമ്മ. അമ്മൂമ്മ അല്ലേ പറഞ്ഞേ റേഞ്ച് കിട്ടണ്ട, ഇനി ആരെയും വിളിക്കണ്ടെന്നൊക്കെ. ആ, എന്നാ പിന്നെ ഇനിയിപ്പോ ആരെയും വിളിക്കണ്ട. அம்மா நம்மளுக்கு ஒண்ணு செய்யலாமா? நம்ம 2 பேருமா சேர்ந்து படவலத்துல போலாமா? എന്തിന്? அப்ப தெரியுமே அங்க என்னெல்லாம் நடந்திருக்குன்னு. എങ്കെല്ലാം നടന്നിട്ട് തിരിഞ്ഞിട്ട് എന്തോ എടുക്കാനാ? നമ്മളിനി അങ്ങോട്ട് എന്നിട്ട് എന്തോ സംഭവിക്കാനാ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. നമ്മളെന്തോ കേന്ദ്രത്തിൽ നിന്ന് ദുരന്തം പഠിക്കാൻ വിട്ട ആൾക്കാരാണോ നമ്മള്? അങ്ങനെയാണെങ്കിൽ പോണ്ടെങ്കിൽ പോണ്ട. എന്തായാലും ഈ കാറ്റത്തും മഴയത്തും കുറെ മരങ്ങളും വീണിട്ടുണ്ടാവും, കൃഷിനാശം ഉണ്ടായിട്ടുണ്ടാവും. കൃഷിഭവനിൽ നിന്ന് ആൾക്കാരൊന്നും നോക്കട്ടെ. ആ, കൃഷിഭവനിൽ നിന്ന് ആൾക്കാർ വന്ന് എല്ലാം നോക്കി എഴുതിയെടുത്തോണ്ടൊക്കെ പോകുന്നുണ്ട്. പോക്കല്ലേ നടക്കുന്നുള്ളൂ. എന്തമ്മ, ഒന്നും കിട്ടുന്നില്ലേ? ഇക്കൊല്ലത്തെ കിട്ടണമെങ്കിൽ 2 വർഷം കഴിയണം. ആണോ? ആ, പടവലത്തെ കാര്യം പറയണേ. ஆமா லட்சு, நானும் அம்மாவுமா சேர்ந்து படவலத்துல போற விஷயத்தை பத்தி சொல்லிட்டு இருக்கோம். നല്ല കാര്യം. ഞങ്ങൾ പിള്ളേരെ സെറ്റൊക്കെ കൂടെ നാളെ കുഴിപ്പടത്ത് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് പോകും. அப்படி செய்யலாம். ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഒരു കണക്കിന് അതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ വെള്ളവും മഞ്ഞൊക്കെ കയറി അങ്ങ് വരെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ആവതും ഇല്ല. അത് മാത്രമല്ല, ഭയങ്കര മഴയുമാണ്. എനിക്കെന്തോന്ന് വയ്യായിക? എനിക്കെന്തോ വയ്യായിക? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലയോ? എനിക്കെന്തോ വയ്യായിക? അതെ, ഞാൻ ഒരുപാട് മഴ ഇടിയൊക്കെ കണ്ടിട്ടുള്ളതാ. ഞാനേ 6ന്റെ കരയ്ക്കാ താമസിച്ചിരുന്നത്. 6ന്റെ കരയ്ക്ക് വെള്ളമൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ നീ എന്തുവാരെന്ന് പറഞ്ഞേ? ഒരു ഇച്ചിരിയുള്ള ഒരു കൈത്തോട്ടിന്റെ അടുത്തൂടെ ഒഴുകി പോയപ്പം നീ അങ്ങ് ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര വീരസാഹസികളൊക്കെ പറയുന്ന കേട്ടല്ലോ. ഒരാളിവിടെ തിമിംഗലത്തെ ചൂണ്ടയിട്ട് പിടിച്ച കഥയൊക്കെ പറയുന്നത് കേട്ടു. തിമിംഗലല്ലമ്മ, വരാല്. ഓ, പറയുന്ന കേട്ടാത്തൊന്നും തിമിംഗലത്തെയാ പിടിച്ചോണ്ട് വന്നേ. പിന്നെ വേറൊരാള് പറയുന്നത് കേട്ടു, മധുരയിലെ മഴ പെയ്യാത്ത നാട്ടില് 6 മണിക്കൂർ നിന്ന് പെയ്തെന്ന് മഴ. 6 மணி நேரம் இல்லம்மா, 1 மணி நேரம் தான். ആ, 1 മണി നേരമെങ്കിൽ 1 മണി നേരം. കുറെ ആൾക്കാർ വന്നേക്കോ വലിയ വീരസാഹസികത കഥയും കൊണ്ട്. കഥയുടെ കാര്യം പറഞ്ഞപ്പോഴാ, കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എനിക്കറിയോ, ഞങ്ങളുടെ കോളേജിന്റെ ബാക്കില് ഒരു 10-200 വർഷം പഴക്കമുള്ളൊരു മരം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇതേപോലെ കൂറ്റം മഴ എന്ന് വെച്ചാൽ കൂറ്റം മഴ. പെട്ടെന്ന് ഒരു ഇടിമിന്നൽ ഇതിന്റെ തുഞ്ചത്തും ഉണ്ട്. ആ മരം അങ്ങ് നിന്ന് കത്തിയിട്ടുണ്ടല്ലോ. എൽ ഷേപ്പിലാണ്. നിന്റെ തലയിലൊന്നും അല്ലല്ലോ ഇടി വെട്ടിയത് ആണോ? കൊറേ കഥ പറച്ചിലുകാർ വന്നേക്കുന്നു. കൊറേ നേരം കൊണ്ട് ഞാൻ ക്ഷമിച്ചു നിൽക്കുക. ഒറ്റയൊരെണ്ണം ഞാൻ കഥ പറയാൻ സമ്മതിക്കത്തില്ല. ഇനി ഞാൻ കഥ പറയുന്നതിന് മുമ്പ് ഒറ്റയൊരെണ്ണം വാ തുറന്നാലേ ശരിയാക്കും ഞാന്. അല്ല, എന്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഇനി നീ കഥ പറഞ്ഞാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. പറഞ്ഞമ്മ. എന്നാ പിന്നെ അമ്മൂമ്മ പറ. അതെ, എന്നിട്ട് നമ്മൾ ഇനി പറയുന്നുള്ളൂ. പറയാം പറയാം അമ്മുമ്മ, കഥയൊക്കെ ഇട്ട്. അമ്മ പറ. പെട്ടെന്ന് പറ. ഞാൻ പറയാം, നിങ്ങളൊന്ന് ക്ഷമിക്ക്. ഞാൻ പറയട്ടെ. പണ്ട് പടവലത്താറ്റി മഴ പെയ്ത് വെള്ളം പൊങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആ, അതൊന്ന് കാണണ്ടെന്ന കാഴ്ച. ഭയങ്കര കുത്തൊഴുക്കിയാ മലവെള്ളപ്പാച്ചിൽ വരുന്നത്. ആ മലയെന്ന് തടി, ആടെ, കോഴി എന്തൊക്കെയാ ഒഴുകി വരുന്നതെന്നറിയാവോ? ആന വരെ ഒഴുകി വരും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയമാ. ഓ, എന്റെ ദൈവമേ, എന്തോരു മഴയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന ആ കടവിന്റെ അവിടെ ഇങ്ങനെ നിന്നപ്പം അക്കരക്കടവിലെ പ്രഭാകരന്റെ ആടിങ്ങനെ ഒഴുകി വരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാരും നോക്കി ഇങ്ങനെ നിൽക്കുക. ഞാനും അപ്പൂപ്പനും കൂടെ ചെന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ ചുഴിപ്പെട്ടിത് ഒഴുകി ഇങ്ങനെ വന്നതും ഞാൻ എൻ്റെ സാരിയൊക്കെ അങ്ങോട്ട് മടക്കി കുത്തിയിട്ട് എടുത്തൊരൊറ്റ ചാട്ടം ആറ്റിലോട്ട് ചാടിയിട്ട് പിടിച്ച് നീന്തി ചെന്ന് ഈ ആടിനെ ഇങ്ങ് പിടിച്ചു.
ആടിനെ ഇങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ തോളത്തോട്ട് വെച്ചിട്ട് ഞാൻ നീന്തി കയർ അപ്പൂപ്പന്റെ കൈ കൊടുത്തിട്ടുണ്ടേ അരേ കെട്ടിയേക്കുന്നേ. അങ്ങനെ വരട്ടെ. ആ. ചെറിയൊരു മിസ്സിങ് തോന്നിയായിരുന്നു. അത് തന്നെ. പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ട് ഈ ആടിനെയും കൊണ്ട് നീന്തി ഞാൻ ഇങ്ങ് കരയ്ക്ക് വന്നു. ഞാൻ ഇങ്ങനെ നീന്തി കേറി ഇങ്ങനെ വന്നപ്പം ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് എന്നെ നോക്കി അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഒന്നും അല്ലെങ്കിൽ ഞാനൊരു പ്രായമായ ആളല്ലയോ? ഇങ്ങനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യാവോ? അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കണ്ണനായി നാടിന് മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരുന്നീ. ഇതാണ് ചോനാർത്തറ ഭവാനി അമ്മയുടെ ട്രൂ സ്റ്റോറി. വെറുതെ മനുഷ്യനെ പറ്റിക്കാനായിട്ട് സിനിമാ കഥയായിട്ട് ഇറങ്ങിയേക്കുക.